ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാവുന്നത്, അതുപോലെ ഒന്ന് രണ്ട് നല്ല സോഫ്റ്റ് ആകാനുള്ള ടിപ്സും ഒക്കെ ആയിട്ടാണ് നമുക്കിന്ന് ഗോതമ്പൂട്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒപ്പം ഒരു പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗോതമ്പിൻ്റെ പൊടി എങ്ങനെയാണ് കുഴയ്ക്കണമെന്ന് നോക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തത്. അപ്പോൾ നിങ്ങൾ ഏതാ പാത്രം എടുക്കുന്നത് വെച്ചാൽ 2 ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചാൽ അതിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ പൊടി കുഴയ്ക്കുമ്പോൾ എപ്പോഴും വെച്ച് തേങ്ങ ഇടും. കാരണം നമ്മൾ തേങ്ങ ഇടുമ്പോൾ എന്നാണെന്നറിയാമോ, ഇതിൻ്റെ ഗോതമ്പ് പൊടിയിൽ അതൊരു ഇടയ്ക്കൊന്നിങ്ങനെ ഒരു തേങ്ങ വരുമ്പോൾ നല്ല സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ കുഴയ്ക്കാനായിട്ട് ഞാൻ 2 സ്പൂൺ തേങ്ങ എടുക്കുന്നുള്ളൂ. ഒത്തിരി തേങ്ങയൊന്നും ആവശ്യമില്ല, 2 സ്പൂൺ ഇട്ടാൽ മതി. അത് നമുക്ക് ആദ്യം എടുത്ത് മാറ്റി വെക്കാം. ആ 2 സ്പൂണിന് നമുക്കൊന്ന് കുതിർത്താൻ വെക്കാം. കുറച്ച് നമുക്കൊരു തേങ്ങാപ്പാലൊക്കെ അതിൻ്റെ ഇറങ്ങി വരും. ഒരു 4 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാം. കാരണം ഈ ഗോതമ്പ് പൊടി തന്നെ ഒത്തിരി വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഒത്തിരി സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്ര വെള്ളം എടുത്തിട്ടുള്ളേ. ഒരു മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ ഇതിന് നിറച്ചൊരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കാം. ഒത്തിരി നേരം വറക്കൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതെടുക്കുമ്പോൾ അല്ലേ ഗോതമ്പ് പൊടി മേടിച്ച് പുറത്ത് കടയിൽ നിന്നുള്ളത് എന്തെങ്കിലും ഫ്രഷ്നെസ് ഇല്ലാതെയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് പൊക്കോളും. പിന്നെ ഇതിന് അതിൻ്റെ ഒരു നല്ലൊരു മണം വരാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ ഗോതമ്പ് പൊടി നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുഴയ്ക്കാൻ പൊടി എവിടെയാണോ കൂട്ടുന്നത് അതിനകത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ദേണ്ടോ ഈ കുറച്ച് നമ്മൾ ഈ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ തേങ്ങാപ്പാൽ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. കാരണം ഒത്തിരി വെള്ളം ഇല്ല. അപ്പോൾ നമുക്കറിയാം ഇത് ആവശ്യത്തിനുള്ള ഇതേ ഉള്ളൂ, കൊണ്ട് ഇത് വെള്ളം കൂടിയൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിപ്പോൾ 4 സ്പൂൺ വെള്ളമല്ലേ ഉള്ളൂ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നനഞ്ഞിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 2 സ്പൂണും കൂടി വെള്ളം ഒഴിക്കുവാണിപ്പോൾ. നമ്മളൊരു 8 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് കപ്പിനകത്ത് മെഷർ ചെയ്ത് എത്രയുണ്ടെന്ന് ഞാൻ പറയാം. ഇനി ഇപ്പോൾ നമ്മുടെ കണ്ടോ, ഇതിങ്ങനെ തേങ്ങ ഉള്ളതുകൊണ്ട് ശകലം കട്ടയുണ്ട്. പക്ഷേ ഇതിപ്പോൾ നനഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു തിരി തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുട്ടിൻ്റെ ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം ഒന്നത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലും നനയാനുണ്ടെങ്കിലും ഒന്ന് നനയത്തക്ക രീതിയിൽ നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി വെക്കാം. 5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയേ. അപ്പോൾ നമുക്കിനി ഒന്ന് ഇപ്പോൾ ഇച്ചിരിച്ച് എങ്ങനെ ആ തേങ്ങയുടെ ഒക്കെ കൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ കട്ട പോയുണ്ട്. അപ്പോൾ നമുക്കിനി ഉടച്ചെടുക്കാനായിട്ട് മിക്സിയിലോട്ട് ഇടാം. ഒട്ടും കൂടുതലൊന്നും കറക്കരുത്, ഒരു പ്രാവശ്യമേ അടിക്കാവുള്ളൂ. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം, കൂടുതൽ അടിക്കാൻ പാടില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചപ്പോൾ തന്നെ ഇതിങ്ങനെ നല്ല പൊടി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു പ്രാവശ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കി പൊടിയും കൂടി നമുക്ക് അതുപോലെ തന്നെ മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. പിന്നെ ഇപ്പം ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ 2 കപ്പിന് ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. കാരണം നമ്മൾ ഈ കൂടുതൽ വെള്ളമാകാൻ പാടില്ല, കുറവാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഒരു 1/2 കപ്പിനടുത്തായിരുന്നു വെള്ളമായത്. പുട്ടിൻ്റെ പൊടി നമ്മൾ ഇതുപോലെ നല്ലപോലെ ക്ലിയർ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പുതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം എൻ്റെ കയ്യിൽ നല്ല സാധാരണ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ആ ടൈപ്പ് കുക്കിങ് എന്താ പറയുക, പുട്ടുകുറ്റിയും കുടം എല്ലാം ഉള്ളത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനുള്ള ഇങ്ങനത്തെ ഉണ്ട്, ഇങ്ങനെ കുക്കറിനകത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാവുന്ന ടൈപ്പുള്ള കുറ്റിയാണ് എൻ്റെത്. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്താൽ മതി. അപ്പം അതിനകത്ത് പ്രഷർ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പുട്ട് കുറ്റിയിൽ വാരി വെക്കാം. നമ്മുടെ കുക്കർ വെള്ളം പതുക്കെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതേമാതിരി അത് തിളച്ച് വരും. അപ്പോഴത്തേക്ക് നമുക്ക് പുട്ട് കുറ്റിയിലോട്ട് കോരിയിടാം. അപ്പോൾ ഉണ്ട് ഇതിനകത്തൊരു ചില്ലറുണ്ട് കുറ്റിക്കകത്ത്. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയത്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിച്ചാൽ കേട്ടോ. നമ്മളത് ഇട്ട് നമ്മുടെ ആദ്യം ഒരു സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. തൊത്ത് ഇങ്ങനെ കുത്തി ഒന്ന് ഇറക്കരുത്. ജസ്റ്റ് എത്ര കൊള്ളുന്നോ അത്ര ഇങ്ങനെ വെറുതെ ലൈറ്റായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കാവുള്ളൂ. ഇങ്ങനെ പ്രസ് ഒന്നും ചെയ്യരുത്. കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലതായിട്ട് എയർ കയറാനും ആവി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് വേകാനും ഒക്കെ ബുദ്ധിമുട്ടാക്കും. ഇപ്പോൾ നമ്മൾ 1 സ്പൂണും കൂടി, ഇപ്പോൾ പകുതി വരെയാണ് പൊടി ഇട്ടേക്കണം. ഇനി ഇപ്പോൾ പകുതിക്ക് നമുക്ക് 1 സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് ബാക്കിയും കൂടി പൊടിയിടാം.
ഇനി ലാസ്റ്റും കുറച്ച് തേങ്ങ ഇടാം. അപ്പം നമുക്കിത് കണ്ടോ കുക്കറിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് തകത്തോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു 2 3 ഒരു 5 മിനിറ്റും കൂടി ഇതിനകത്ത് വെക്കണം. എന്നാന്നായിട്ട് പുട്ട് ശരിക്കും വേഗത്തുള്ളൂ. ആവി വന്ന ഉടനെ എടുക്കരുത്. ഒരു 5 മിനിറ്റ്സും കൂടെ വെക്കണം. നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ക്യാമറയിൽ അത് അത്ര ക്യാച്ച് ആകുന്നില്ല. പക്ഷേ ആവി വന്നപ്പോൾ ഒരു 5 മിനിറ്റും കൂടി നമുക്ക് ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ചിക്കൻ കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ കറി. ഇപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കുക്കറിലോട്ട് ഇടാം. നമ്മൾ ഇതിനകത്ത് മസാലയ്ക്ക് ഇടുന്നത് 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇറച്ചി ഒന്ന് കുക്കറിൽ അടിച്ചെടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും. വെള്ളമൊന്നും ഒഴിക്കണില്ല, കാരണം നമുക്ക് ചിക്കൻ്റെ തന്നെ വെള്ളം ആവശ്യത്തിന് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം ഒഴിക്കണ്ട, ആ വെള്ളം മതി. നമുക്കൊരു കുക്കറിൽ വിസിൽ ഒരു 3 വിസിൽ വരെ അടിക്കാം. കുക്കറിൽ ഇപ്പം 3 വിസിൽ വന്നു. നമ്മൾ കുക്കർ ഓഫ് ചെയ്തിരിക്കുവാണ്. നമ്മുടെ ഇറച്ചിക്കുള്ള കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ എടുത്തിരിക്കുകയാണ്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു തീരെ ചെറിയ സവോളയാണ്. അപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് വേണ്ട ഒനിയനും ഗാർലിക്കും ജിഞ്ചറും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് നൈസായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിട്ട് വരും. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആദ്യം ഇടാം. ചിക്കൻ ഓൾറെഡി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സവോളയ്ക്ക് ആവശ്യമുള്ള മാത്രം ഉപ്പിട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുള്ളൂ ഞാൻ. അപ്പോൾ നമ്മുടെ ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയും കൂടി ഞാനത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോള ഇതെല്ലാം നല്ലപോലെ കണ്ടോ, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാല ഇടാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് 1 സ്പൂൺ ഇടുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല 1/2 ടീസ്പൂൺ അടുത്തുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പെപ്പർ റോസ്റ്റ് പോലെയുള്ള രീതിയിലാണ് വരുന്നത്. കൂടുതൽ കുരുമുളകിൻ്റെ ഒരു ഇതാണ്. പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. മസാല ഇട്ടിട്ട് 2 മിനിറ്റ് ഒരു ശകലം ചൂടുവെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടു, നമ്മൾ കുക്കറിൽ ചിക്കൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്രയും വെള്ളം കണ്ടു ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചാറ് നമ്മുടെ ആവശ്യം പോലെ ഇതിനെ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഗ്രേവി കുറയണ രീതിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി കൂടി ഇത്ര നീട്ടം വെക്കണമെങ്കിൽ നല്ലപോലെ 2 തിളയൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനെ ഓഫ് ചെയ്യാം. കാരണം എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, കുറച്ചും കൂടി ഒന്ന് തിന്നാക്കി വരും. കുറച്ചും കൂടി ഒന്ന് മസാലയൊക്കെ കുറച്ചും കൂടി വെള്ളമൊക്കെ കുറഞ്ഞൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ കുറയുന്ന നേരം വെക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെക്കുവാണ്. എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. നമ്മുടെ ചിക്കൻ ഒന്ന് അടച്ചു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്ലെയിമും കുറച്ച് ഹാഫാക്കി വെക്കാം. ഒത്തിരി ഇങ്ങനെ ഫ്ലെയിം കുറയ്ക്കണ്ട, ഇങ്ങനെ മീഡിയത്തിൽ വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, വറ്റി വരുവാണ്. അപ്പം നമ്മുടെ പാകം അനുസരിച്ച് നമുക്ക്, ഞാനിനി ഒത്തിരി നേരമൊന്നും വറ്റിക്കുന്നില്ല. കുറച്ച് 2-3 മിനിറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് നിർത്തും. ഈ സമയത്ത് നമുക്ക് ഉപ്പോ മസാലയുടെ ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം വേറെ ഗരം മസാലയുടെ കുറവോ കുരുമുളക് കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തേട്ടെ. ഒരു ശകലം കൂടി ഉപ്പ് വേണം. ഒരു നുള്ളുപ്പ് ഇട്ടുള്ളൂ കേട്ടോ, അത്രയും വേണം. പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ടോ നല്ലൊരു ചിക്കൻ കറി ഈസി ആയിട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട്
നമ്മൾ കുറച്ച് നേരം വെച്ചാലൊന്നും അതിങ്ങനെ കട്ടയായി കല്ല് പോലെയൊന്നും വരുത്തൊന്നുമില്ല. നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും ഈ പുട്ട്. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി എന്താ പറയുക, ഇനിയിപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കുറ്റിയെ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു 2 കപ്പ് പൊടിയും നമുക്കൊരു 2 കുറ്റി കുറച്ചും കൂടി കൂടുതൽ കിട്ടും കേട്ടോ. അപ്പം പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾ പൊടി ഒരു പുട്ടായി വരുന്ന സമയത്ത് പൊടി നനച്ചതൊന്ന് അടച്ചു വെക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.